അങ്ങനെ പുത്തൻ പുലരിയിൽ ഇനി അതിഥിക്കുള്ള സമയമാണ്. കേരള രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ ദ വൺ ആൻഡ് ഓൺലി PC ജോർജ് ആണ് നമ്മുടെ അതിഥിയായി നമുക്കൊപ്പം ചേരുന്നത്. അച്ചായോ, വെരി ഗുഡ് മോർണിംഗ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഉഷാറാണെന്നാണ് എനിക്ക് മുഖം കണ്ടിട്ട് മനസ്സിലാകുന്നത്. എന്തായാലും വലിയ വിജയപ്രതീക്ഷയിലാണല്ലോ വീണ്ടും ഹൃദയം കീഴടക്കിയോ? തെറ്റാണ്. ഭക്ഷണം കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോകുന്നുള്ളൂ. പക്ഷേ വിജയപ്രതീക്ഷ എന്നാൽ വിജയിച്ചിരിക്കുക ഞാൻ, ഒരു സംശയവും വേണ്ട. ഒരു 20,000 വോട്ട് വരെ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ആഹാ, അടിപൊളി. ഒരു കാര്യം കൂടി, ഈ കേരള നിയമസഭയിൽ കേട്ടോ, നിയമസഭയിൽ അപ്പനും മകനും ഇരിക്കുന്ന കാലം വിദൂരമല്ല. മെയ് 24-ാം തീയതി കഴിഞ്ഞാൽ 4-ാം തീയതി കഴിഞ്ഞാൽ നമുക്ക് ആ കാഴ്ച കാണാൻ സാധിക്കുമോ? ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ അത് കാണാൻ കഴിയുമെന്ന് 100% വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇന്നലെയും പാലായിലെ വോട്ട് ഞങ്ങൾ കണക്കാക്കിയപ്പോൾ ഏത് കണക്ക് നോക്കിയിട്ടും ജയിക്കും എന്ന് ഷോൺ ജയിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പൂഞ്ഞാർ പിന്നെ ഞാൻ ജയിക്കും എന്നുള്ളതിന് അവർക്കും തർക്കമൊന്നുമില്ല. രണ്ട് കൂട്ടരും ഞാൻ ജയിച്ചു സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചാൽ ഞാനും മകനും ഒരുമിച്ച് നിയമസഭയുടെ ചരിത്രത്തിൽ അപ്പനും മകനും ഒരുമിച്ച് കേരള നിയമസഭയിലുണ്ടാവും. വളരെ ശക്തമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന 2 MLA-മാരായി മുൻപോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഈ കേരളത്തിനെ സംബന്ധിച്ച് കടക്കടിയിനായി മുടിഞ്ഞു കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. 7 ലക്ഷം കോടി രൂപ കടം, ഒരു പൈസ നടക്കില്ല, വികസന പ്രവർത്തനം നടക്കില്ല, ഒന്നും നടക്കില്ല. അപ്പോൾ ഇനി ഏക രക്ഷ കേരളത്തിൻ്റെ അടുത്ത നരേന്ദ്രമോദിജിയുടെ ഔദാര്യം കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിയമം എല്ലാ സ്റ്റേറ്റും കൊടുക്കുന്ന മാനദണ്ഡത്തിൽ തന്നാൽ പറ്റുകയില്ല. ഒരു സ്പെഷ്യൽ മാനദണ്ഡത്തിൽ നമുക്ക് പണം തരണം. അത് ഇത്തവണ BJP കുറേയേറെ MLA-മാരുണ്ടാവും. അത് കാണുമ്പോൾ നരേന്ദ്രമോദിജിയുടെ ഭാഗത്തു നിന്നും ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കേരളത്തിനുണ്ടാവും. അങ്ങനെ ഈ കേരളം പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് എൻ്റെ ചിന്തയും. അതെ, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൃത്യമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ PC ജോർജ് ഇത് പറയുന്നത്. ഈ സർവേ നടത്തിയവരൊക്കെ എന്തുകൊണ്ടാണ് ഈ പ്രത്യേകിച്ചും പാല, പൂഞ്ഞാർ മണ്ഡലങ്ങളിൽ അവർ ഭയപ്പെടുന്നത് കൊണ്ടാണോ, അവർ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ, അവർക്ക് എന്താണ് ഇത് തുറന്നു പറയാൻ ഇത്ര മടി? അവിടുത്തെ വോട്ട് PC ജോർജിന് കൃത്യമായി പൂഞ്ഞാറിൻ്റെ മുക്കും മൂലയും അറിയാവുന്ന ആളാണ്. കഴിഞ്ഞ തവണ എത്രയോ എതിർ ഘടകങ്ങളുണ്ടായിരുന്നു. ഇത്തവണ അത്തരത്തിലുള്ള എതിർ ഘടകങ്ങളൊന്നുമില്ല. ഇത്ര അനുകൂല സാഹചര്യം PC ജോർജിന് കൃത്യമായി മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ചില സർവേ വീരന്മാരുണ്ടല്ലോ, ഇവരൊക്കെ ഇത് കാണാതിരിക്കുന്നതാണോ അതോ മറച്ചു വെക്കുന്നതാണോ? എന്താണ് PC ജോർജിന് അക്കാര്യത്തിൽ പറയാനുള്ളത്? ഈ സർവേ എന്ന് പറഞ്ഞാൽ കാശ് മേടിച്ചുകൊണ്ട് നടക്കുന്ന സർവേയാണ്. ഹൂ കേഴ്സ് ദീസ് ഫൂൾസ്? ഇവന്മാർക്ക് കാശ് കൊടുത്താൽ എൻ്റെ സർവേ നടത്തും. എൻ്റെ അടുത്ത് വന്നിരുന്ന സർവേക്കാർ ഇത്ര രൂപ എന്നാൽ സാറ് ജയിക്കുമെന്നും പറഞ്ഞൊരു സർവേ നടത്താമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഇടാൻ വേണ്ടി തെറിയും പറഞ്ഞ് ഓടിച്ചു ചെയ്യാൻ. മനസ്സിലായോ? ഇതിങ്ങനെ സർവേ എന്ന് പറഞ്ഞാൽ കളിപ്പീരാന്നീ, ഒരു കാര്യമില്ലാത്ത സർവേ. പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ സർവേ നടത്തും. എനിക്കറിയാൻ പറ്റില്ല. എന്നോട് ചോദിച്ചു ഏതൊക്കെ ഒരാളുടെ പേര് ചോദിച്ചു എവിടെ വോട്ട് ചെയ്ത് ഞാൻ ഇപ്പോൾ പറയാം. എനിക്കറിയാം. ഞാനിതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നില്ല. എത്ര കൊല്ലമായിട്ട് കാണുന്നു. 7 പ്രാവശ്യം MLA ആയിരുന്നു ഈ നിയമമണ്ഡലത്തിൽ. അതെ, അതിൽ എനിക്ക് ആകെ ഒരു വ്യത്യാസം ഉണ്ടെന്നേ, കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ 5 പഞ്ചായത്തുണ്ട്. അത് ആ 5 പഞ്ചായത്ത് എനിക്ക് 2011 ശേഷം എൻ്റെ ബന്ധം. മറ്റ് 5 പഞ്ചായത്ത് 1980 എൻ്റെ ബന്ധമാണ്. ഇവിടെ എല്ലാവരെയും അറിയാം. അവിടെ ഇപ്പം മുഴുവൻ പേരെ അറിയാവുന്നൊരു സാഹചര്യം എനിക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഇത്ര വോട്ട് കിട്ടും. എനിക്കൊരു മടിയില്ല പറയാൻ. കിട്ടുകയില്ല എന്തിനാണ് നമ്മൾ കള്ളം പറയുന്നത്? ഇവിടെ എനിക്ക് എതിർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് 5 കൊല്ലം MLA ആയാണ്. അയാൾ സ്ഥാനാർത്ഥിയായി എന്നുള്ളത് തന്നെയാണ് എൻ്റെ നേട്ടം. അയാൾ MLA ആയി എന്നതാണ് എൻ്റെ നേട്ടം. ജനങ്ങൾക്ക്, പൂഞ്ഞാറിലെ ജനങ്ങൾക്ക് അയാളുടെ 5 വർഷവും എൻ്റെ 5 വർഷവും കമ്പയർ ചെയ്യാൻ അവസരം കിട്ടി. താരതമ്യ പഠനം നടത്തിയപ്പം മനുഷ്യൻ ഒഴുകി വന്ന് എനിക്ക് വോട്ട് ചെയ്തു. മനസ്സിലായില്ല? അതിനകത്ത് ഒരു കാര്യമില്ല. എനിക്ക് വോട്ട് ചെയ്ത മനുഷ്യൻ എനിക്കറിയാം. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ ആളുകളുടെ സമീപനം. ഞാൻ ആരോടും വഴക്കുണ്ടാക്കാൻ പോകുന്നില്ലല്ലോ, ഒരു വഴക്കുമില്ല. എന്നോട് വൃത്തികേട് പറയാത്ത ഒരാളെ ഞാൻ വൃത്തികേടുന്നുമില്ല. വളരെ അനുകൂലമായ സാഹചര്യമാണുള്ളത്. ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയ്ക്ക് മാത്രം ഇച്ചിരി വഴക്കുണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അത് ഈ അമിതമായി കോൺഗ്രസ് ജ്വരം ബാധിച്ച വളരെ ചുരുക്കം മെത്രാന്മാരുണ്ട്. അവർക്കാണ് ഈ കുഴപ്പം. അത് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനിയും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നതിനോട് ചോദിക്കേണ്ടതിന് പറയുന്നുമില്ല. പക്ഷേ വൈദികരും മെത്രാന്മാരും ഒക്കെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്രയോ ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്.
ഹിന്ദു ക്ഷേത്രത്തെ പൂജാരിമാരെല്ലാം നാളെ ഇറങ്ങി രാഷ്ട്രീയമായിട്ട് ഇറങ്ങിയ ഹിന്ദു രാഷ്ട്രീയ കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്നതാണ്. ഇവിടെ മുസ്ലിങ്ങളുണ്ട്. ഇവിടെ മുസ്ലിങ്ങളുടെ നമ്മുടെ എല്ലാ മുസ്ലിം ദേവാലയങ്ങൾ, പള്ളികൾ, മോസ്കിലും മൗലവിമാരുണ്ട്. അവർ രാവിലെ ഇറങ്ങി രാഷ്ട്രീയം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഏതെങ്കിലും മൗലവി രാഷ്ട്രീയം പറയുന്നുണ്ടോ? മുസ്ലിം ലീഗ് രാഷ്ട്രീയം പറയുന്നുണ്ട്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നുണ്ട്, എനിക്കത് മനസ്സിലാവും. അല്ല, പാലക്കാട് തങ്ങളാ സംഘടന പ്രസിഡൻ്റാണ് പറയുന്നുണ്ട്, മനസ്സിലാവും. മുസ്ലിം പള്ളിയിലെ മൗലവിമാരെല്ലാം കൂടെ നാളെ രാവിലെ ഇറങ്ങി രാഷ്ട്രീയം പറഞ്ഞാലും അതിന് തുല്യമല്ല ഈ അച്ഛന്മാരും മെത്രാന്മാരും. അവരെന്തിന് ആവശ്യമില്ലാത്ത രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന മര്യാദയാണോ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. വൈദികരും മെത്രാന്മാരും അവരുടെ സഭാ കാര്യങ്ങളായിട്ട് പോകണം. സഭയായിട്ട് ബന്ധമില്ലാതെ വൈദികർ ഇടങ്ങരുത്. എനിക്ക് വളരെ വിനീപരിച്ച് അപേക്ഷിക്കാനുള്ള കാര്യമാണ്. അവർ രാഷ്ട്രീയം കളിച്ച് എനിക്ക് വിരോധമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അമിത്ഷാജി വളരെ വ്യക്തമായി പറഞ്ഞു, റിജ്ജു എന്ന് പറയുന്ന മന്ത്രിയും പറഞ്ഞു, ഈ നിയമം കൊണ്ടുവരുന്നത് അറിയാമല്ലോ, നമ്മുടെ ഈ വിദേശ പണം വരുന്ന നിയമമാണ്. ആ നിയമം വരുന്നത് കൊണ്ട് ആർക്കും ഒരു ഉത്തരവും ക്രൈസ്തവ സമൂഹത്തിനും ഉണ്ടാകാതെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ കണക്ക് തന്നാൽ മതി, നിങ്ങൾ കണക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അംഗീകരിച്ചോളാം. പിന്നെ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? അപ്പോൾ അതിനകത്ത് വീണ്ടും കള്ളത്തിലുണ്ടെന്നുള്ള തെളിവല്ലേ ഈ വഴക്ക്? അതാ മനസ്സിലാക്കണ്ടേ. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇന്ത്യയിലേക്ക് അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാഷ്ട്രങ്ങൾ ഈ രാജ്യത്തിൻ്റെ സ്വസ്ഥത കെടുത്തി രാജ്യത്തെ ശിഥിലീകരിക്കാൻ വേണ്ടി കോടാനുകോടി രൂപ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്, കാർബൺ ക്രെഡിറ്റ് ഫണ്ട് ഉൾപ്പെടെ. മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റുമോ? അത് ശ്രദ്ധിക്കാൻ നിയമം ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ ഞാനൊരു വ്യക്തമായിട്ട് പറയുന്നില്ല, ഒരു സായിപ്പിനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ വലിയ ഏറ്റവും വലിയ ഉപദേശിയായിട്ട് വന്ന് ചാടിയതാണ് നമ്മുടെ ഒരു സ്റ്റേറ്റിൽ. അയാളെ വന്ന കോടിക്കണക്കിന് രൂപ, കോടാനുകോടി രൂപ അയാളുടെ പേര് നോക്കിയപ്പോൾ എന്നതാ മുഴുവൻ ക്രിസ്ത്യാനികളെ തമ്മിൽ ഭിന്നിപ്പിക്കാനും വഴക്കുണ്ടാക്കാൻ വേണ്ടി വിനിയോഗിച്ചിരിക്കുക പണം. അങ്ങനെ അറസ്റ്റ് ചെയ്ത് അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിയമം കൊണ്ടായിരിക്കാൻ പറ്റില്ല. ആ നിയമം സഭ എതിർക്കേണ്ട കാര്യമില്ല. സഭയ്ക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. മെത്രാന്മാർക്ക് ആർക്കെങ്കിലും അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ കൈ പരിശുദ്ധമല്ലെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെയാണല്ലോ ഒരു പ്രതികരണം വരുന്നത്. മെത്രാന്മാർ രാഷ്ട്രീയക്കാരായാൽ അതേ ഭാഷയിൽ മറുപടി പറയുന്നതിൽ എന്താണ് തെറ്റെന്ന് കാസ ചോദിക്കുമ്പോൾ അത് താങ്കൾക്കും മകനും നൽകുന്ന പൂർണ്ണ പിന്തുണയില്ലേ? കാസയുടെ പിന്തുണയെ എങ്ങനെ നോക്കിക്കാണുന്നു? കാസ എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി രൂപീകൃതമായ ഒരു സംഘടനയാണ്. അവർ എല്ലാ കാര്യത്തിനും ശരിയോടൊപ്പം നിൽക്കുന്നവരാണ്. കാസായും അതിൻ്റെ പ്രസിഡൻറ്റും ഭാരവാഹികളും എല്ലാം ശരി, അതല്ലാതെ അവർക്ക് വേറെ ഒരു ചിന്തയില്ല. ആ കാസ ഒരു അഭിപ്രായം എങ്ങനെ പറഞ്ഞെങ്കിൽ അത് 100% ശരിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കും. സഭയിലും വിശ്വാസം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ ഞാൻ പറയും ഒരു ഉദാഹരണം, നമ്മുടെ അരുവത്ര പള്ളിയുണ്ട്, എൻ്റെ പള്ളിയാണ്. അവിടെ ഈ ഒരു സംഭവം ഉണ്ടായി. അവിടെ ഇതിനു മുമ്പിലൊന്ന് വിചാരിച്ചെങ്കിൽ അച്ഛനൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. അവിടെ ഒരു ദിവസം 150 രൂപ ഉച്ചയ്ക്ക് ചോറുണ്ടെന്ന് പോരെ. പുതിയ അച്ഛൻ വന്ന്, ഇപ്പോഴത്തെ അല്ല, ഇതിന് മുമ്പത്തെ അച്ഛൻ വന്നപ്പോൾ അത് നിർത്തി. പള്ളിയിലുള്ള കൈക്കാരന്മാരും വികാരി അച്ഛന്മാരും ആ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിക്കുന്ന ഒരു 10-20 പേർക്ക് മാത്രം ചോറുണ്ടാക്കിയാൽ മതി. അതോടെ പള്ളിമുട്ടന്മാരുടെ പണി തീർന്നു, എല്ലാം പുറത്തായി. ഇങ്ങനെ പള്ളി കൊണ്ട് ജീവിക്കുന്ന പല മുട്ടന്മാരും ഉണ്ട്. അവരൊക്കെ പള്ളി പറയുന്നതെല്ലാം സിന്താവ പറയും. ഏതെങ്കിലും അച്ഛൻ പറയാൻ സിന്താവ, കാരണം കഞ്ഞി കുടിക്കട്ടെ. അതൊന്നും രാഷ്ട്രീയമല്ല, അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഞാനതാണ് പറഞ്ഞത്. സഭ എന്ന് പറയുന്നത് നമ്മളാണ്, ജനങ്ങളാണ്. മെത്രാന്മാർ സഭയുടെ ഒരു ഭാഗം മാത്രമാണ്. ഞാനും സഭയുടെ ഭാഗമാണ്. PC ജോർജ് എന്ന ക്രൈസ്തവൻ സഭയുടെ ഭാഗമാണ്. ഷോൺ ജോർജ് എന്ന് പറയുന്ന ക്രൈസ്തവൻ സഭയുടെ ഭാഗമാണ്. അത് മെത്രാനെ പോലെ തന്നെ സഭയിൽ ഉത്തരവാദിത്വമുള്ള ആളാണ്. പക്ഷേ മെത്രാൻ എന്ന് പറയുന്നത് വിശ്വാസി സമൂഹത്തെ വിശ്വാസപരമായ കാര്യങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നയാളാണ് മെത്രാൻ, അല്ലെ വൈദികൻ. അവരാ ജോലി ചെയ്യാതെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ സ്വാഭാവികമായി നമ്മൾ വിമർശിക്കേണ്ടി വരും. വിഷമിച്ചിട്ട് കാര്യമില്ല. എത്ര വിമർശിച്ചാലും ഞാനിത് പറയേണ്ടി വരും. പറഞ്ഞില്ല, ഞാനൊരു യഥാർത്ഥ യേശുവിൻ്റെ അനുയായി ആവില്ല. യഥാർത്ഥ ക്രൈസ്തവനായിട്ട് ജീവിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വൈദികരും മെത്രാന്മാരും അവരവരുടെ ആത്മീയ കാര്യങ്ങൾ നോക്കണം. രാഷ്ട്രീയത്തിൽ ഇറങ്ങരുത്. ഇറങ്ങിയാൽ രാഷ്ട്രീയമായിട്ട് വിമർശിക്കും, പിണങ്ങിയിട്ട് കാര്യം. ശ്രീ PC ജോർജ്, അതേപോലെ അങ്ങ് ശക്തമായ ഭാഷയിൽ ദീപിക ദിനപത്രത്തെ വിമർശിക്കുന്നത് കണ്ടു. എന്താണ് ദീപികയുമായി ഒരു ഇടച്ചിലിന് കാരണമായത്? ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങയെ ദ്രോഹിച്ചു എന്നുള്ളതാണോ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? ഉദാഹരണത്തിന് ദേശാഭിമാനി പത്രം പോലും അവിടെ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളുടെയും പടം കൊടുത്തിരുന്നു. പക്ഷേ ആ ഒരു മാന്യത ദീപിക കാണിച്ചില്ല എന്നാണോ?
ദീപി എന്തെങ്കിലും മാന്യത കാണിച്ചിട്ടുണ്ടോ? ദീപി എന്നാ മാന്യത കാണിച്ചത്? നന്ദി എന്ന് പറയുന്ന വാക്കിന് അർത്ഥം ദീപിക്ക് അറിയാവോ? ഒരു 20 കൊല്ലം മുമ്പ് ദീപി നിന്ന് പോയതാ, അറിയാവോ? ഞാൻ അന്ന് കാശ് മേടിച്ചു കൊടുത്തത്. എന്നിട്ട് ദീപി വേറൊന്ന് പറയാം, മീനച്ചി ഈസ്റ്റ് ബാങ്കിൽ നിന്ന് 30 ലക്ഷം രൂപ 35 ലക്ഷം രൂപ കടം കൊടുത്തു ദീപിക്ക്. ഞാൻ ഈസ്റ്റ് ബാങ്ക് നമ്മുടെ ബാങ്കാണ്, 15 ബോർഡ് മെമ്പർമാർ നമ്മുടെതാണ്. ദീപിയെ പിടിച്ചു നിർത്താൻ വേണ്ടി കടം ചോദിച്ചു 35 ലക്ഷം രൂപയും കൊടുത്തു. ഞാനത് കഴിഞ്ഞ് അന്വേഷിച്ചപ്പോഴുണ്ടല്ലോ, അവർ ഈട് വെച്ച സ്ഥലം മൂവാറ്റൂർ വെച്ച് അവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് മറ്റേ 50 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. കള്ളത്തരം കാണിക്കുക ദീപിക. അതാണ് ദീപിക. ഞാൻ പിന്നെ ഒരു തരത്തിലാണ് ഈസ്റ്റ് ബാങ്കിന് കാശ് മേടിച്ചെടുത്തത്. ദീപി എപ്പോഴും കള്ളത്തരത്തോടൊപ്പം നിൽക്കുന്നവരാണ്. അവർക്ക് വേറെ ബിസിനസ്സാണ്. ഫാരിസ് അബൂബക്കറാണ് ദീപിയുടെ മുതലാളി, അല്ലാതെ ക്രിസ്ത്യാനിയല്ല. ഏതോ ഒരു അച്ഛൻ, കണ്ണൂരുകാരൻ അച്ഛൻ ജീവനും കൊണ്ട് ഓടിയെന്നാണ് കേട്ടത്. ഫാരിസ് അബൂബക്കർ അയാൾ കൊടുക്കുന്ന ശമ്പളം പറ്റിക്കൊണ്ട് റിപ്പോർട്ട് എഴുതുക, എഡിറ്റോറിയൽ എഴുതുക. അയാളുടെ ശമ്പളമാണ് ഇവൻ പറ്റുന്നത്, എഡിറ്റർ. പിന്നെ എങ്ങനെ നന്നാവും? ദീപിക കത്തോലിക്കൻ്റെ പത്രമല്ല, ക്രിസ്ത്യൻ സഭയ്ക്ക് ഒരു ബന്ധവുമില്ല. ഇത് നിർത്തിക്കളയേണ്ടതാണ്. സഭ എന്ത് പറഞ്ഞാലും ഞാൻ പറയുന്നു, ഇത് ക്രിസ്ത്യാനിക്കെതിരാണ്. മുസ്ലിം ഭീകരത വളർത്തിയെടുക്കുന്ന ഒരു ഒളിവ് സങ്കേതം നടത്തുന്ന പത്രമാണ് ദീപിക. അത് നാടിന് അപകടമാണ്. അത് നശിപ്പിച്ച് കളയണം എന്ന അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും ഫാരിസിന്റെ കൈവശമാണോ ദീപിക? സമ്പൂർണ്ണമായും ഫാരിസ് ആണോ അതിന്റെ പിന്നിൽ? ഫാരിസ് അല്ല, ഫാരിസിന്റെ ബിനാമിയ. അതാ രസം. അതാണ് ഫാരിസ് ഒന്നും ഉണ്ടാക്കി ഫാരിസിനെ ഓടിച്ചല്ലോ. അതെ ഫാരിസിനെ ഓടിച്ച്, ഫാരിസിനെ അന്ന് ഓടിച്ചു. കേട്ടോ, ഫാരിസിനെ ഓടിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞോളൂ, കേട്ടോളൂ. അന്ന് ദീപിയുടെ ഒരു 75% സ്വത്തും അടിച്ചുകൊണ്ടാണ് ഫാരിസ് പോയത്. ഏതായാലും മൂവാറ്റുപുഴ എറണാകുളത്തൊക്കെ കൊള്ളാവുന്ന സ്ഥലം മുഴുവൻ ഫാരിസ് കൊണ്ടുപോയി. എങ്ങനെ ഫാരിസ് കൊണ്ടുപോയി അച്ഛന്മാർ പറയണ്ട. ഒരച്ഛനെ കാണുന്നില്ല ഇപ്പോൾ. അതിപ്പോൾ പാവപ്പെട്ട ഒരു കണ്ണൂരുകാരൻ അച്ഛനായിരുന്നു. അച്ഛൻ ജീവനും കൊണ്ട് ഓടി ഇപ്പോൾ കണ്ണൂർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആരാ നടത്തുന്നത്? ഫാരിസിൻ്റെ ബിനാമിയാണ്. അവൻ കൊടുക്കുന്ന ചില്ലറ മേടിച്ച് കൊടുത്തുകൊണ്ട് ദീപി അടിച്ചെടുക്കുക. ഏതാ 10,000 കോപ്പിയേ ഉള്ളൂ. ഇത് ചന്ദ്രി എത്ര മാന്യമാണ്. അത് മുസ്ലിം ലീഗിൻ്റെ പത്രമാണ്. മുസ്ലിം സൈഡ് പറയും. ദേശാഭിമാനി എത്രയോ മാന്യമാണ്. ദേശാഭിമാനി കമ്മ്യൂണിസവും പറയും. അതിൻ്റെ തെറ്റ് ദീപിയിൽ ഇരുന്നുകൊണ്ട് ഈ പണി ചെയ്യാമോ? എൻ്റെ ഒരു പടം, ദൈവത്തിന് സ്വതന്ത്രം, എൻ്റെ പടം ദീപി കിട്ടിയില്ല എന്ന് എനിക്ക് സന്തോഷം. ആ നാണം കെട്ട പത്രത്തിൽ എൻ്റെ പേര് വരാതിരുന്നത് എനിക്ക് സന്തോഷം. എനിക്ക് ഏതായാലും ഒരു ഗുണം, ഈ വൃത്തികെട്ടവന്മാർ ഇന്നലെ ഒരു 6 കോളം കെട്ടിങ്കിൽ PCR എന്ന് എഴുതി. എന്താ വൃത്തികെട്ടവനാണ് ഇവനൊക്കെ? PCR പേര് എഴുതാതിരുന്നവൻ ഇന്നലെ ഭയങ്കര മുഴുപ്പിൽ ചുമല അക്ഷരത്തിൽ 6 കോളം കെട്ടത് PCR എന്നെ തെറിയാ എഴുതി. അങ്ങനെ PCR എന്ന് എഴുതിയവൻ. ആ PCR എഴുതുകയെന്ന് പറഞ്ഞാൽ എഴുതിക്കാൻ എനിക്കറിയാം. മനസ്സിലായല്ലോ ദീപയ്ക്ക്? ഇനി ബാക്കിക്കൂടെ ദീപയ്ക്കിട്ട് വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അച്ചായ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ചില രസകരമായ സംഭവ വികാസങ്ങൾ അരങ്ങേറി. അതായത് ആ വോട്ട് പെട്ടി പൊട്ടിച്ചില്ല, അധികാരം ആർക്ക് കിട്ടുമെന്ന് ഇതുവരെ അറിയുന്നില്ല. അതിനു മുൻപേ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഒരു കടിപിടി. അതിനിടയിൽ മുസ്ലിം ലീഗും വരുന്നുണ്ട്. അതായത് ഉപമുഖ്യമന്ത്രി സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന് യൂത്ത് ലീഗിനെ കൊണ്ട് പറയാതെ പറയിപ്പിക്കുകയാണ് മുസ്ലിം ലീഗ്. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ 3 പേർക്ക് മുഖ്യമന്ത്രി ആകണമെന്നാണ് പറയുന്നത്. നമ്മൾ കേരളം അല്ലെങ്കിൽ മലയാളികൾ എങ്ങനെ ഇതിനൊക്കെ അതിജീവിക്കും? സുധാകരനും ഏതായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ഉണ്ടാവില്ല ഭരിക്കാൻ. മനസ്സിലായില്ല? ആരും ഭരിക്കുകയില്ല. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ ത്രിതലം എല്ലായിടത്തും BJP കുറ്റം പറഞ്ഞുകൊണ്ട് ഇവന്മാർ നടന്നു. ഏതായിട്ട് ഇവന്മാർ BJP CPM ഡീലാണ്, CPM കോൺഗ്രസ്സുകാർ ഡീലാണെന്ന് CPM. ഇപ്പോഴോ ഈ നിയമസഭാ ഇലക്ഷൻ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ആരാന്ന്. ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നാണ്. ഇത് ഒന്നായിട്ടൊക്കെ പോയാൽ പോരെ? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേകത എന്താ? കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റും ഉൾപ്പെടെ ഇന്ത്യ മുന്നണിക്ക്, ഇന്ത്യ സംസ്ഥാനത്ത് MLA എത്ര ഉണ്ടെങ്കിലും ആകെ 34 ക്രൈസ്തവ MLA ഉള്ളൂ. ആദ്യം പഠിച്ചോളൂ, ആകെ 34. എന്നാൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്ത് എത്രയുണ്ട് MLA? ക്രിസ്ത്യാനികൾ 234. മനസ്സിലായില്ലേ? വെറും 34 കോൺഗ്രസ്, ഇന്ത്യ മുന്നണി പറയുക ഈ ക്രിസ്ത്യാനി വിരുദ്ധരാണ് BJP എന്ന്. 234 MLA പാർട്ടി. 5 സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ മുഖ്യമന്ത്രി അറിയാമോ? ആ ക്രിസ്ത്യൻ മുഖ്യമന്ത്രിയായി BJPക്കാരെ അറിയാമോ? വർത്തമാനം പറയുക. ഒന്നും അറിയാതെ കേരളത്തിൽ LDFും UDFും മാധ്യമങ്ങളും ആകെ ജനം TV ഉണ്ട്, ബാക്കി എല്ലാ TV അപ്പുറയല്ലേ. സത്യം പറയുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇന്നലെ ഞാൻ നമ്മുടെ
പാലാ രൂപതയിൽ പള്ളിക്കാപ്പുറം പിതാവിനെ കാണാൻ അദ്ദേഹം 100ാം ജന്മദിനമായിരുന്നു. ഒരു ചെന്നു കണ്ടു വർത്തമാനം പറഞ്ഞു, വലിയ സന്തോഷം. അങ്ങേർക്ക് ഒരു കുരിശും കുറേ കൊന്തയും ഉഷയ്ക്ക് കൊടുക്കാനായിട്ട് കുറേ കൊന്തയും ഒക്കെ തന്നേനെ വിട്ടു. ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഇവന്മാർ പത്രക്കാരെല്ലാം ഉണ്ട്. ഞാൻ ചോദിച്ചു, ഇത് ഞാൻ കാണിച്ചു, ഇത് പിതാവ് തന്നതാണ്, പിതാവിനെ കാണാൻ വന്ന് വേറെ ആരെ കാണാൻ വന്നതല്ല, പിതാവിനെ കണ്ടു, സന്തോഷം, ഇത്ര നേരം 10-15 മിനിറ്റ് ഒരു മര്യാദയിൽ ഇരുന്ന് സംസാരിച്ചു, പോവാണ്, വേറെ ഒരു വിശേഷമില്ല, വേറെ ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. ഇവന്മാരെ ചാനലുകാർ എഴുതി തന്നെ മെത്രാന്മാരുടെ കാല് പിടിക്കാൻ PC ഒരു പാലാ അരമനയിൽ. ഞാൻ പാലാ അരമനയിൽ പോയി ആരുടെ കാലെ പിടിക്കാനാണ് എനിക്കറിയത്തില്ല. ഞാൻ കാഞ്ഞിരപ്പള്ളി മെത്രാനെ പറ്റിയാണ് പറഞ്ഞല്ലേ, പാലാ മെത്രാനെ പറ്റി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാനിത് പാലാ മെത്രാൻ്റെ അവിടെ പോയി കാലെ പിടിക്കുന്നത്. ഞാൻ ചെല്ലുമ്പോൾ പള്ളിക്കപ്പുറം പിതാവേ ഉള്ളൂ, അവിടെ കല്ലറങ്ങാട് പിതാവ് ഇല്ല. പിന്നെ ഈ ഊളത്തരം പറയാമോ ചാനലുകാർ? എന്നീ പത്രക്കാർക്ക് ബോധം ഉണ്ടാവും, എന്നീ ഇവന്മാർ നന്നാവും. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇവനൊക്കെ നന്നാകാൻ വേണ്ടി. ശ്രീ PC ജോർജ്, ഒരു കാര്യം കൂടി, ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഈ വോട്ടർ പട്ടികയുടെ പരിഷ്കരണത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. അതിൽ പല രാഷ്ട്രീയ കക്ഷികളും പല നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ കുറേ വോട്ടുകൾ വെട്ടിപ്പോയി, മരിച്ചവർ, നാട്ടിലില്ലാത്തവരുടെ വോട്ടൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ BJP അടക്കമുള്ള നമ്മൾ മാധ്യമങ്ങൾ നോക്കുമ്പോൾ പല രാഷ്ട്രീയ പാർട്ടികൾക്കും നഷ്ടവും ഗുണവും ഒക്കെയുണ്ട്. പുതിയ വോട്ടർ പട്ടിക വരുമ്പോൾ PC ജോർജിന് എന്താണ് തോന്നുന്നത്? അതെങ്ങനെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക? ഇത്തവണ അത്തരം പുതിയ വോട്ടർ പട്ടിക വന്നത് ഏത് തരത്തിലാണ് വിലയിരുത്തുന്നത്? അതായത് പുതിയ വോട്ടർ പട്ടിക വന്നതിനെ ഒന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഒരു സംവിധാനമല്ലേ ഇത്. അതിനകത്ത് ചില ആളുകൾ ചില തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിന് വോട്ടർ പട്ടിക മുഴുവൻ തെറ്റാവുമോ? ചില സ്ഥലങ്ങളിൽ അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടാവും. അതൊക്കെ തിരുത്തുക എന്നുള്ളതല്ലാതെ വിമർശിച്ചുകൊണ്ട് നടന്നിട്ടൊന്നും കാര്യമില്ല. വോട്ടർ പട്ടിക പുതുക്കേണ്ടതായിരുന്നു. പക്ഷേ ആകെ ഞാൻ കാണുന്ന ഒരു തെറ്റതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ ഏറ്റവും പുതിയ വോട്ടർ പട്ടിക ഒരു 5 ദിവസം മുമ്പ് പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു. ഇത് തലേദിവസം കൊണ്ടുവന്നാണ് തന്നത്. അങ്ങനെ ഒരു തെറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുണ്ട്. അതൊരു 5 ദിവസം മുമ്പ് കൊടുത്തിരുന്നത് നന്നായിരുന്നേ. ദാറ്റ്സ് ഓൾ. ബാക്കി ഒരു കുറ്റം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യമേ, പിന്നെ ഈ ഇലക്ഷനിൽ എഴുതിയിട്ടോളൂ, കോൺഗ്രസ് ഭരിക്കുമെന്ന് കോൺഗ്രസ് നടക്കട്ടെ. കോൺഗ്രസ് ഇല്ല, താങ്കൾക്ക് തുടരാം. പറഞ്ഞോളൂ PC ജോർജ് പറഞ്ഞു വന്നത് പൂർത്തീകരിക്കാം. അതായത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും രണ്ടുപേരും അവകാശവും നീക്കുന്നുണ്ട്. ഞാൻ ഏകദേശം കണക്കാക്കുമ്പോൾ 60 സീറ്റ് പിണറായിയുടെ പട്ടിക കിട്ടും. എൻ്റെ കണക്കതാണ് 60 സീറ്റ്. അങ്ങനെ വന്നാൽ കോൺഗ്രസ് എത്ര? ഞാൻ അരിച്ചിട്ട് കുറിച്ചിട്ട് നോക്കിയിട്ട് 65 കൂടുതൽ കാണുന്നില്ല. അപ്പോൾ 125. ബാക്കി ആർക്ക് എന്ന് പറഞ്ഞാൽ BJP വിത്ത് സ്വതന്ത്രൻ 15 സീറ്റാണ്. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ രാജ്യം എങ്ങനെ ഭരിക്കണമെന്ന് നമുക്ക് ആലോചിക്കാം. 2 കാര്യം നടക്കാം. ഒന്ന്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇപ്പോൾ പുറത്തൊന്നാണെങ്കിൽ അകത്ത് ഒന്നാകേണ്ടി വരും. ഇന്ത്യ മുന്നണിയല്ല, അവരെ ഒന്നിച്ചിരുന്ന് ഭരിക്കട്ടെ. അവന്മാർ 60, 65, 125 ഭരിച്ചോട്ടെ. ഈ 15 കൊണ്ട് ഞങ്ങൾ BJP പ്രതിപക്ഷത്തിരുന്നോളാം. 3 കൊല്ലം കഴിയുമ്പോൾ ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് പോയി നേരിടാം. അന്ന് ഈ കേരളം ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം മോദിജിക്കൊപ്പമാണെന്ന് തെളിയിക്കാൻ പറ്റും. ആ സാഹചര്യം ഉണ്ടാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർ രണ്ടും ചേർന്ന് ഭരിക്കട്ടെ, അതാണ് പറയാനുള്ളത്. അതായത് ഒരു തൂക്ക് സഭ വരുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചിരുന്നു. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു തൂക്ക് സഭ വന്നാൽ അവിടെ BJP നിർണായക ശക്തിയായി മാറും. അതെ, അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത് തന്നെയല്ലേ? പക്ഷേ അവന്മാർ തൂക്ക രണ്ടും കൂടെ ഒന്നിക്കും. പുറത്ത് രണ്ടും ഒന്നിച്ചല്ലേ, അകത്ത് കൂടെ ഒന്നിക്കട്ടെ നീ. അത് കാണാം. അപ്പം പ്രതിപക്ഷം നമ്മൾ BJP, മനസ്സിലായോ? BJP സ്വതന്ത്രന്മാരുൾപ്പെടെ BJP. എരുമേലിയിൽ ജനൻ TVയുടെ വോട്ട് വാർത്താ സംഘം ഞങ്ങൾ എത്തുമ്പോൾ അങ്ങ് എരുമേലിയിലായിരുന്നു. എരുമേലിയിൽ ഉച്ചഭക്ഷണത്തിന് എരുമേലി KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഒരു വീട്ടിലായിരുന്നു ഉച്ചഭക്ഷണം. അവിടെയാണ് ഞങ്ങൾ അങ്ങേ കാണാൻ വന്നത്. എത്രയോ ആളുകൾ അവിടെ അങ്ങേ കാണാൻ വേണ്ടി വരുന്നു. ആ ആവേശം, അത് പല മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അതൊരു ഹിന്ദു ഭവനമായിരുന്നു, പക്ഷേ അവിടെ നിരവധി ക്രൈസ്തവ സഹോദരങ്ങൾ ആ വീട്ടിൽ വന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു. നിരവധി മുസ്ലിം സഹോദരങ്ങൾ അവിടെ വരുന്നു. ഇവരുമായിട്ടൊക്കെ അവിടെ നേരിൽ കാണാൻ കഴിഞ്ഞത് മുസ്ലിം സഹോദരൻ ഉണ്ട്. അവിടെ PC ജോർജ് പേരെടുത്ത് വിളിക്കുകയാണ് ഓരോരുത്തരെ. എടാ കേശവ, എടാ മത്തായി എന്നൊക്കെ പറഞ്ഞ് പേരെടുത്ത് വിളിക്കുക. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ
എരുമേലി എന്ന് പറയുന്നത് ലോക ഭൂപടത്തിൽ മതസൗഹാർദ്ദ കേന്ദ്രമായിട്ട് രേഖപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ, അവിടെ മുസ്ലിം പള്ളിയുണ്ട്, അവിടെ അൻസാരി, ആ പള്ളിയുടെ ആളാണ് അൻസാരിയല്ലേ നമ്മുടെ സ്ട്രോങ് വർക്കർ. അതുപോലെ തന്നെ നമ്മുടെ അൻസാരിയുടെ പേര് മാത്രം പറഞ്ഞ് ബാക്കിയുള്ള പേര് പറഞ്ഞ് നീ കുഴപ്പമുണ്ടാക്കണ്ട. അവിടെ ഹൈന്ദവ സഹോദരങ്ങൾ നേരെ അവിടെ കൊച്ചു ക്ഷേത്രത്തിൽ കയറി നേർച്ച കാഴ്ച കഴിച്ച് ഇറങ്ങി നേരെ മുസ്ലിം പള്ളിയിലേക്ക് കയറുക. ആ തങ്ങളുടെ പള്ളിയിൽ കയറി ആ നേർച്ച കാഴ്ച സമർപ്പിച്ച് പള്ളിക്ക് വലം വെച്ച് തിരിച്ചിറങ്ങി നേരെ പേട്ട കെട്ടി ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ നിന്ന് നേരെ ശബരിമലയിലേക്ക് പോവുക. ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ ഇത്? ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, കേരളത്തെ ഇന്ത്യയുടെ ഭൂപടത്തിൽ ഈ എരുമേലി പ്രത്യേകം രേഖപ്പെടുത്തും, റൗണ്ട് ഇട്ട് ലോക മതസൗഹാർദ്ദ കേന്ദ്രം എന്ന് പേരിടണമെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ MLA ആയാൽ അതിനുള്ള ശ്രമം ശക്തമായിട്ടുണ്ടാവും, ഒരു സംശയം വേണ്ട. അവിടെ പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇപ്പോഴും ഒത്തിരി കുറവാണല്ലോ ശ്രീ PC ജോർജ്. അവിടെ വരുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകർ എല്ലാ വർഷവും വരുന്നു, എത്രയോ ആളുകൾ അവിടെ വന്നു പോകുന്നു, എത്രയോ ഭക്തർ വന്നു പോകുന്നു. അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ ഈ സർക്കാർ ഒരുക്കുന്നതിൽ വലിയ അനാസ്ഥയല്ലേ കാട്ടുന്നത്? വലിയ അനാസ്ഥ തന്നെ അടി വെച്ച് കൊടുക്കേണ്ടവരുണ്ടൊക്കെ. ഈ വർഷം 6 മണിക്കൂർ ആ വെയിലത്ത് അതെ പാവപ്പെട്ട അയ്യപ്പന്മാരെ നിർത്തി എത്ര ബോധം കെട്ട് വീണമെന്നറിയോ? അതെ അതെ ഈ എരുമേലി മെയിൻ ക്ഷേത്രവും ഇവിടെ നമ്മുടെ മഹലുമായിട്ട് ഇതിനു മുമ്പ് ഞാൻ MLA ആയത് ചെയ്തു വെച്ചിരുന്ന നടുവേ വെച്ചിട്ട് ഒരു വശത്തൂടെ അങ്ങോട്ട് പോവുക, ഒരു വശത്തൂടെ ഇങ്ങോട്ട് വരിക. അതായത് അയ്യപ്പന്മാർ പേട്ട കെട്ടിപ്പോന്ന് അതിലേ പോവുക, ഇങ്ങോട്ട് വരുന്നത് ഇപ്പറേ വരിക. അതുവഴി നടന്നുകൊണ്ടിരുന്നത് അവിടെ ക്ഷേത്രത്തിൽ അതിന് വഴിയുണ്ട്. അതായത് ക്ഷേത്രത്തിൽ പോകുന്നത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഇടയിൽ TVയുടെ ഇടയിൽ കയറി വണ്ടി പൊക്കോളും. പിന്നെ എന്തിന് വണ്ടി അതിലേ വിടണം? എത്രയോ സുഖമായിട്ട് പോകാം. ഇത് ഇന്നലെ കഴിഞ്ഞ ഈ വർഷം മനഃപൂർവ്വം ഇമാരെ അവൻ്റെ കമ്മ്യൂണിസം നടപ്പാക്കിയതാണ്. എന്തൊരു മര്യാദയാണ് ഇതൊക്കെ കാണിക്കുന്നത്. പിന്നെ ഞാനെന്ത് ചെയ്യാനാണ്, ഞാൻ മിണ്ടുന്നില്ല. ഇവിടെ MLAക്ക് അതാണ് ഇഷ്ടമെങ്കിൽ പിന്നെ നമ്മളെന്ത് ചെയ്യും? ഒക്കെ അയ്യപ്പൻ്റെ ശാപം കൂടെ മേടിച്ചോട്ടകൾ. അത് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്, അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സത്യമല്ലേ, ആ സത്യം അംഗീകരിക്കണ്ടേ? ഞാൻ MLA ആയിരുന്നപ്പോൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പോയത്. ശബരിമലയിൽ എന്തെല്ലാം ചെയ്യാമോ അത് മുഴുവൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ അയ്യപ്പ ഭക്തന്മാരോട് ചോദിച്ചാൽ അത് പറയും. അവിടെ ആ ക്ഷേത്രത്തിൽ ഈ 2 ലൈനായിരുന്നു വെള്ളം, ഞാനത് 4 ആക്കി. ഇപ്പോഴും ആ 4 നിൽപ്പുണ്ട്, പക്ഷേ 2 വെള്ളമുള്ളൂ. അവിടെ വെള്ളത്തിനകത്ത് തുടത്തില്ല അയ്യപ്പന്മാർ, നീറും. അത് മുഴുവൻ വൃത്തിയാക്കി നല്ല ഒന്നാം തരം വെള്ളമാക്കി. ആ കുളം നല്ല വെള്ളം ഒഴുകുന്ന സ്ഥലമുണ്ട്, 3 അടി കനത്തിൽ ചെളിയായിരുന്നു, മനസ്സിലായോ? അത് മുഴുവൻ വാരി വൃത്തിയാക്കി. ഈയിടെ ഞാൻ പോയപ്പം പഴയ പോലെയായി കിടപ്പുണ്ട്. പിന്നെ ഞാനിപ്പോൾ എനിക്ക് അധികാരമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ ഇടപെടുന്നില്ല. ദൈവം എന്തെങ്കിലാണ് തരുന്നതെങ്കിൽ ഞാനത് ചെയ്യും. നല്ല തീർച്ചയായും പലപ്പോഴും ഈ കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ സത്യസന്ധത കൊണ്ട് വാസ്തവങ്ങൾ വിളിച്ചു പറയും, മുഖം നോക്കാതെ തന്നെ താങ്കൾ അത് വിളിച്ചു പറയും. അതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകാറുണ്ട്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ആ ശത്രുക്കളെയൊക്കെ എനിക്കിഷ്ടമാണ്. എന്നാന്ന് വെച്ചാൽ അവർ ശത്രുത കാണിക്കുന്നത് അവരുടെ മനസ്സ് മോശമായിട്ടാണ്. അവരുടെ മനസ്സ് എപ്പം നന്നാകുന്നു അപ്പോൾ അവർ മിത്രങ്ങളായിക്കോളും. പിന്നെ നമ്മളെന്തിനായിരുന്നു വിഷമിക്കുന്നത്? ശത്രു മിത്രം എന്ന് പറഞ്ഞാൽ, ശത്രുക്കളെന്ന് പറയുന്നത് മനസ്സ് അവരുടെ മോശത്വമാണ്. എന്നെങ്കിലും അവർ മോശത്തന്മാരെ നന്നാകുമ്പം അവർ നമ്മുടെ മിത്രമാവും, യാതൊരു സംശയവും വേണ്ട. ശ്രീ PC ജോർജ്, ഒരു കാര്യം കൂടി, രാവിലെയാണല്ലോ, എങ്ങനെയാണ് ആരോഗ്യ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങ് രാവിലെ എങ്ങനെയാണ് അങ്ങയുടെ ദിനചര്യ ഒക്കെ എങ്ങനെയാണ്? അത്തരം കാര്യങ്ങളൂടെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ രാവിലെ 4:30 മണിക്ക് കേൾക്കും. 4:30 അലാറം വെക്കുമോ? അലാറം വെച്ച് എഴുന്നേറ്റ് ഇവിടെ വന്ന് പതുക്കെ മുഖം എല്ലാം ഒന്ന് കഴുകിയിട്ട് ഇവിടെ വന്ന് ഓരോ അലാറവും വേണ്ട, കൃത്യം 4:30 ഞാൻ ഏറ്റിരിക്കും. ഓരോ അലാറവും വേണ്ട എനിക്ക്. ഇതിലെല്ലാം വന്ന് മുറ്റത്തോടെ ഒന്ന് നടന്നിട്ട് അവിടെയുള്ള ലൈറ്റെല്ലാം കെടുത്തും. മുഴുവൻ ലൈറ്റ് തെളിച്ച് കിടക്കൻ ഉഷ വിളിക്കാനേ, ഉഷ തന്നെ ഏറ്റോണമെന്ന് എൻ്റെ നിയമം. അത് കഴിഞ്ഞ് വന്ന് മുഖം എല്ലാം കഴുകി ഞാൻ തന്നെ വന്ന് നിന്നിട്ട് ഒരു ചെറിയ എക്സസൈസ് ഉണ്ട് എൻ്റെ, ഞാൻ തന്നെയാണ്. അത് കഴിഞ്ഞ് അകത്ത് കയറിപ്പോയി ഞാൻ തന്നെ ചായ ഇടും. അത് വളരെ നിർബന്ധം എനിക്ക്. ആ ചായ നമ്മുടെ ഗ്രീൻ ടീ ഒരെണ്ണം കൂടെ ഉണ്ടാക്കി അതുകൊണ്ട് വെച്ചേച്ച് ഇറങ്ങി വരുമ്പോഴത്തേക്കും പത്രം വന്നിട്ടുണ്ടാവും. ആ പത്രം വായിച്ച് അപ്പോഴത്തേക്കും ഉഷ ഏറ്റു വരും. ഉഷ അടുക്കളയിട്ട് പോകും, ഞാൻ ചായ എല്ലാം കുടിച്ച് അവിടെ ഇരുന്ന് പത്രം വായിച്ച്
പിന്നെ ആളുകൾ വന്ന് തുടങ്ങുമല്ലോ. ആ വരുന്ന ആളുകളോടെല്ലാം നല്ല വാക്ക് പറഞ്ഞ് എൻ്റെ ജോലി പൂർത്തീകരിച്ച് ഞാൻ പുറത്തേക്ക് പോകും. ഇതാണ് എൻ്റെ ദിനചര്യ. രാത്രി എൻ്റെ കിടപ്പിന് സമയം പറയാൻ പറ്റും. ചിലപ്പോൾ 12, ചിലപ്പോൾ രാത്രി 2 മണി, ചിലപ്പോൾ 8 മണി, ചിലപ്പം 9 മണി. അങ്ങനെ അതൊരിക്കലും പറയാൻ പറ്റില്ല. അന്നത്തെ സാഹചര്യം എന്താണോ അതനുസരിച്ചായിരിക്കും എൻ്റെ ഉറക്കം. അതാണ് പി സി ജോർജിന്റെ ഒരു ദിവസത്തെ ദിനചര്യ ആണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പോൾ ഈ നാട്ടിലൊക്കെ, നമ്മുടെ നാട്ടിലുള്ള ഒരു വിഷയമാണ്, നാട്ടിലൊക്കെ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായതോടുകൂടി കൃഷിയൊക്കെ അന്യമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഇതിനെ ഇപ്പോൾ ഈ കാട്ടുപന്നികളെ വെടിവെക്കാനൊക്കെ പഞ്ചായത്തിന് അധികാരമുണ്ട്. പക്ഷേ അതൊന്നും കൃത്യമായി, എന്നിട്ടും ഈ കാട്ടുപന്നികൾ ഇരട്ടിച്ചു വരുന്നു, കൃഷിയൊന്നും നടക്കുന്നില്ല. എന്താണ് പി സി ജോർജിന്റെ അഭിപ്രായം? ഇതിനെ ഒന്ന് അമർച്ച ചെയ്യാൻ എന്താണ് വഴി? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചിന്തയാണത്. കാട്ടുപന്നി മാത്രമല്ല, കാട്ടാന, പുലി, മനസ്സിലായില്ലേ, കാട്ടുപോത്ത്, എല്ലാ മൃഗങ്ങളും. ഞാൻ ഈയിടെ ഒരു വീട്ടിൽ ചെന്നു, നമ്മുടെ എരുമേലി പഞ്ചായത്തിലാണ്. ആ വീട്ടിൽ ചെന്ന് വർത്തമാനം 19 പേര് 70 പേര് വന്നു കൂടി വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാരൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, സാറേ ഇവിടം വരെ വരാമോ, പെരയ്ക്കകത്തോട്ടാണ്. ഞാൻ കയറി ചെന്നപ്പോൾ താഴെ ചൂണ്ടിക്കാണിച്ച ഒരു വീടാണ്. ഞാൻ ചെന്നാണ് കഴിഞ്ഞ 2 ആടിനെ പൊലി പിടിച്ചെന്ന് പറഞ്ഞില്ല, ഞാൻ ആ പത്രത്തിലുണ്ടായിരുന്നല്ലോ, അത് ആ വീടാന്ന് പറഞ്ഞു. മതിയായില്ല, പുലി പിടിച്ചതാണ്. അപ്പോൾ ആ പുലിക്കിടയിലാണ് ഈ മനുഷ്യൻ ജീവിക്കുന്നത്. ഞാൻ ചെന്ന വീട്ടിലുണ്ട് കൊച്ചുങ്ങൾ. ഇതെങ്ങനെ മുന്നോട്ട് പോകും? ഒരു ക്ഷമയില്ല, വെടിവെച്ച് കളയണം ഇതിനെയൊക്കെ, ഒരു സംശയം വേണ്ട. കാട്ടുമൃഗങ്ങൾ കാട്ടിൽ കിടക്കണം, പുറത്തിറങ്ങിയാൽ വെടിവെച്ച് കളയണം. അത് ഞാൻ നിയമസഭ പറഞ്ഞിട്ട് ഇപ്പോഴും എൻ്റെ സ്റ്റാൻഡ്. പന്നി എന്നാ വലിയ സംഭവമാണ്. പന്നിയുടെ പിടിച്ചാൽ പോരാ, പിടിച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിട്ടോണം ഒന്ന് കത്തിച്ച്. ഞാൻ ചോദിച്ചു നിയമസഭയിൽ, മണ്ണെണ്ണ ഒഴിക്കാൻ വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ താടിച്ചാൽ കുഴപ്പമുണ്ടോ ഞാനൊന്ന് നിയമസഭയിൽ ചോദിച്ചതാണ്. എല്ലാവരും വന്ന് എന്നോട് പറഞ്ഞു, പി സി ഓർ പറഞ്ഞാൽ ശരി, മനസ്സിലായില്ലേ. ഞാൻ ഇവിടെ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. സൗരോർജ്ജ വേലി ഉണ്ടായിരുന്നു, മൃഗങ്ങൾ കയറാതെ, അത് മുഴുവൻ തകർത്തു. ഇപ്പം മൃഗങ്ങൾ കിടന്ന് വിരകുക. നമ്മുടെ തെടനാട് ഇവിടെ 2 കിലോമീറ്റർ, അവിടം വരെ കാട്ടുപന്നി വന്നു, കാട്ടുപോത്ത് വന്നു. ഒന്ന് ആലോചിച്ച് ഇത് എവിടെ പോയി നിൽക്കും? ഒരു സംശയം വേണ്ട, ഈ തവണ ഇലക്ഷൻ കഴിഞ്ഞാൽ കുടിവെള്ളത്തിന് കൊടുക്കുന്ന പ്രാധാന്യം എത്രയാണോ അത്രയും പ്രാധാന്യം കാട്ടുമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഉള്ള നടപടിയിലേക്ക് ഞാൻ പോകും. ഒരു വിട്ടുവീഴ്ചയും കാണില്ല. അതിനകത്ത് ആരൊക്കെയായിട്ട് വഴക്കുണ്ടാക്കണം അവരൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കും. കേന്ദ്ര ഗവൺമെൻറ്റുണ്ട്, സഹായിക്കുമെന്ന് എനിക്കറിയാം. മോദിജിയെ പോയി കാണുന്നുണ്ട്. അങ്ങയുടെ സഹായത്തോടുകൂടി ഈ മൃഗങ്ങളെ മുഴുവൻ നശിപ്പിക്കാനുള്ള നടപടി ഉണ്ടാക്കും, ഒരു സംശയവും വേണ്ട. ഈ കാട് പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, ഈ വി ഡി സതീശൻ വനവാസത്തിന് പോകേണ്ടി വരുമോ ശ്രീ പി സി ജോർജ്? അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. വി ഡി സതീശനെ എനിക്കിഷ്ടം. എന്നാണെന്നറിയാമോ, എന്നെയൊക്കെ വളരെ ജൂനിയറായിട്ടുള്ള ഒരാളാണ് സതീശൻ. ആ സതീശൻ ഇങ്ങനെ വനവാസത്ത് പോകുന്നതുകൊണ്ട് എനിക്കിഷ്ടമില്ല. പക്ഷേ ഇപ്പോഴത്തെ റിസൾട്ടിൻ്റെ കണ്ടിട്ട് മിക്കവാറും വനവാസത്ത് പോകാൻ സാധ്യത. ഞാൻ പറയും അനിയ പോകണ്ട, ഇവിടെ തന്നെ കിടന്നോളാം പറയും, ഒരു സംശയവും വേണ്ട. സ്നേഹമാണ്. അതെ, ശരി, വളരെയധികം നന്ദി. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്കൊപ്പം ഇത്രയും കാര്യങ്ങൾ തുറന്നു, തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. പി സി ജോർജിന് ഒരു മറവും ഇല്ലാതെ അങ്ങ് എല്ലാം തുറന്നു പറയുന്ന ആളാണ്. ആരോഗ്യത്തോടു കൂടി, വളരെ സന്തോഷത്തോടു കൂടി, ആത്മവിശ്വാസത്തോടു കൂടി അങ്ങ് മുന്നോട്ട് പോവുക. അങ്ങയുടെ നിലപാടുകൾക്ക് ഇവിടുത്തെ സാധാരണക്കാരുടെ പിന്തുണയുണ്ട്, ഇവിടെ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരുടെ പിന്തുണയുണ്ട്, ജനൻ TV പോലുള്ള മാധ്യമങ്ങളുടെ ഉറച്ച പിന്തുണയുണ്ട്. അങ്ങ് ശക്തമായി മുന്നോട്ട് പോവുക ശ്രീ പി സി ജോർജ്. താങ്ക് യു വെരി മച്ച്, താങ്ക് യു. അങ്ങനെ നമ്മുടെ പൂഞ്ഞാർ സിംഹത്തെയാണ് ഇന്ന് പ്രേക്ഷകരുമായിട്ട് അദ്ദേഹത്തിന്റെ നിലപാട് വളരെ കൃത്യമായി വ്യക്തമാക്കുകയായിരുന്നു നമ്മുടെ മോർണിംഗ് ഷോയിൽ.